സൂര്യയുടെ ഏറ്റവും പുതിയ സിനിമ കങ്കുവ തിയേറ്ററിൽ എത്തിയപ്പോൾ തലങ്ങും വിലങ്ങും ട്രോളുകളായിരുന്നല്ലോ. ഇപ്പൊ സിനിമ OTT-യിലും എത്തി. ഇത്രയും മോശമെന്ന് കേട്ട് OTT-യിൽ കാണുമ്പോൾ സ്ഥിതി വ്യത്യസ്തമാകുന്നുണ്ടോ? കങ്കുവ എന്ന സിനിമയുടെ അനാലിസിസ് വീഡിയോ ആണ്, സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. രണ്ട് കാലഘട്ടത്തിലാണ് സിനിമയിൽ കഥ നടക്കുന്നത്. ഒന്ന് 1100 സംതിങ്ങുകളിലാണ്, രണ്ട് പ്രസന്റിലും. 1100കളിൽ മനുഷ്യർ എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ച് സാധാരണ മനുഷ്യർക്ക് വലിയ ധാരണയൊന്നുമില്ലല്ലോ. ഡയറക്ടർ ശിവയ്ക്ക് പക്ഷെ അക്കാര്യത്തിൽ വേറിട്ടൊരു ഇമാജിനേഷൻ ഉണ്ടായിരുന്നു. അന്ന് എല്ലാവരും ഗംഭീര അലർച്ചക്കാരായിരിക്കുമെന്ന് ശിവയങ്ങ് ഉറപ്പിച്ചു. ഇത് കാരണം സിനിമയിൽ വന്നവരും നിന്നവരും പോയവരുമൊക്കെ ഗംഭീര അലർച്ചയായിരുന്നു. ഈ അലർച്ച കാരണം തിയേറ്ററിൽ ഇരുന്ന് ചെവി അടിച്ചു പോയവർ ഒന്ന് മനസ്സിലാക്കണം, കാലഘട്ടത്തെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ശിവ അങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്, അല്ലാതെ നിങ്ങളോട് യാതൊരു വിരോധവും ഉണ്ടായിട്ടല്ല. അലർച്ച ഒഴിച്ചു നിർത്തിയാൽ സിനിമയിലെ ആർട്ട് വർക്ക് നല്ലതായിരുന്നു, CGI-യും കൊള്ളാം. നല്ലതിനെ നമ്മൾ നല്ലത് എന്ന് തന്നെ പറയണമല്ലോ. നമ്മുടെ വില്ലന്റെ നാടിന്റെ കളർ ഇത്തിരി കണ്ണിൽ കുത്തുന്ന ചുവപ്പായി പോയില്ലേ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ കാലഘട്ടം ശ്രദ്ധിക്കണം, അന്ന് അങ്ങനെയൊക്കെയാണ്. ഒരു ദ്വീപിൽ കണ്ണിൽ കുത്തുന്ന ചുവപ്പും വെയിലും പൊടിയും, മറ്റേ ദ്വീപിൽ കട്ടമഞ്ഞ്, വേറൊരു ദ്വീപിൽ കാട്. അങ്ങനെ 5 ദ്വീപിലും 5 ദൃശ്യവിസ്മയം തന്നെയാണ് ശിവ ഒരുക്കിയിരിക്കുന്നത്. പോരാത്തതിന് കോമൺ ആയ ഒരു ബീച്ചുമുണ്ട്. ചിലരുടെയൊക്കെ വേഷവിധാനവും മുടിയും ഒക്കെ കണ്ടപ്പോൾ ഗെയിം ഓഫ് ത്രോൺസ്, ലോർഡ് ഓഫ് ദി റിംഗ്സ് ഒക്കെ എനിക്ക് ഓർമ്മ വന്നു. ബാംബൂ ബോയ്സ് ആണ് ഓർമ്മ വന്നത് എന്ന് പറയുന്ന അസൂയാൽക്കളുമുണ്ട്. പക്ഷെ സത്യം പറയാലോ, കോസ്റ്റ്യൂംസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി പ്രസന്റിലേക്ക് വന്നാൽ, പ്രസന്റിലെ സൂര്യയുടെ അലങ്കോല പണികൾ മഹാബോറായാണ് തോന്നിയത്. അലങ്കോല പണികൾ മാത്രമല്ല, ആ കഥാപാത്രവും കൂടെയുള്ളവരും മഹാവെറുപ്പിക്കലായിരുന്നു. സൂര്യയെ എനർജറ്റിക് ചാമിംഗ് ബൗണ്ടി ഹണ്ടർ ആക്കാൻ നോക്കിയതാണ്, പക്ഷെ എല്ലാം കുറച്ച് ഓവറായി കയ്യിൽ നിന്ന് പോയി. ദിഷ പത്താനിയൊക്കെ ഈ സിനിമയിൽ എന്തിനാ വന്നത് എന്ന് പോലും തോന്നും. കൽക്കിയിലും ഇതേപോലൊരു കഥാപാത്രമായിരുന്നു ഈ നടിക്ക്. എക്സ് ലവർ, ഇപ്പോഴത്തെ ശത്രു. ഈ ടൈപ്പ് ഒരു കഥാപാത്രത്തിന് വേണ്ടി നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഇറക്കിയ ആളായിരിക്കും. ഇനി കഥയിലേക്ക് വരാം. സത്യം പറഞ്ഞാൽ സൂര്യ വഞ്ചിക്കപ്പെട്ടത് എവിടെയാണ്? പഴയ കാലഘട്ടം, അടുത്തടുത്തായി കിടക്കുന്ന 5 ദ്വീപുകൾ, അവിടെ ഭരിക്കുന്ന 5 രാജാക്കന്മാർ, അവരുടെ ഇടയിലേക്ക് മറ്റൊരു ഗൂഢ ഉദ്ദേശവുമായി എത്തുന്ന വൈദേശിക ശക്തി. ഇതിനിടയിൽ നടക്കുന്ന ചതി, രക്തസാക്ഷിത്വം, അപ്രതീക്ഷിതമായി ഉടലെടുക്കുന്ന അച്ഛൻ മകൻ പോലൊരു ആത്മബന്ധം. ഇതൊക്കെ കേട്ടാൽ ഏതൊരു നടനും കൊള്ളാമെന്ന് തോന്നില്ലേ? പക്ഷെ ശിവ അത് എടുത്തു വന്നപ്പോൾ കുറച്ച് ഒരു പൊടിക്ക് അസഹനീയമായി പോയി. അത് മുൻകൂട്ടി കാണാൻ പാവം സൂര്യക്ക് കഴിഞ്ഞില്ല. അതിനാണ് എല്ലാവരും കൂടെ സൂര്യയെ കളിയാക്കുന്നത്. സൂര്യയുടെ കങ്കുവ ഒരു യുദ്ധവീരനാണ്, കൂടാതെ ഒരു ദ്വീപിലെ രാജാവിന്റെ മകനുമാണ്. യുദ്ധമാണ് ആ ദ്വീപുകാരുടെ തൊഴിലത്ര. അതെന്ത് തൊഴിലാണെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, അടുത്ത ദ്വീപുകാരുടെ, അതായത് വില്ലന്റെ ദ്വീപുകാരുടെ തൊഴിൽ എന്താണെന്ന് നിങ്ങൾ കേൾക്കണം. കൊലയാണ് അവരുടെ തൊഴിൽ. ഇതൊക്കെ ചെയ്ത് എങ്ങനെ ജീവിക്കുന്നു ആവോ? മറ്റേ ദ്വീപുകാരുടെ ജോലിയൊന്നും അത്ര ഗുമ്മില്ലാത്തത് കൊണ്ട് ഇപ്പൊ ഞാൻ ഓർക്കുന്നില്ല. വില്ലൻ ടെററാണ്. 2 കൃഷ്ണമണിയും 2 കളറൊക്കെയാണ്. ടെററായ 3 ആൺമക്കളുമുണ്ട്. വിദേശികളുടെ അടുത്തു നിന്നും പണം വാങ്ങി കങ്കുവയെ കൊല്ലാൻ വില്ലൻ തന്റെ മക്കളെ രംഗത്തിറക്കും. പക്ഷെ പടപടയെന്ന് 3 മക്കളെയും കങ്കുവയങ്ങ് തീർത്തു കളയും. മക്കളായി ആരാണ് അഭിനയിച്ചത് എന്ന് ഒന്ന് കണ്ടു മനസ്സിലാക്കാനുള്ള സമയം പോലും പ്രേക്ഷകർക്ക് കിട്ടിയില്ല. ഒന്നാമത്, ആ കടുംചുവപ്പിൽ ഇവരുടെയൊക്കെ മുഖം വേർതിരിച്ചൊന്ന് കാണാൻ തന്നെ പ്രയാസമാണ്. അതും പോരാഞ്ഞ് ഈ 3 ടെറർ വില്ലന്മാരെ ടപ്പേന്നങ്ങ് തീർക്കുക കൂടിയെന്ന് വെച്ചാൽ, ഒരു മകനെ തീർക്കുന്നത് കങ്കുവയുടെ നാട്ടിലെ പെണ്ണുങ്ങളാണ്. ആ ഫൈറ്റ് കൊള്ളാമായിരുന്നു, ബാക്കിയൊന്നും അത്ര പോരാ. 3 ടെറർ മക്കളും വെറും ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ പീസായി കിടക്കുന്നത് കാണുന്ന ആ അച്ഛന്റെ അവസ്ഥയൊന്ന് ഓർക്കണം. സംഭവം ഇവരൊക്കെ പെരിയ വില്ലന്മാരാണെന്നുള്ള ബിൽഡപ്പ് ഒരു പുറത്ത്, പെട്ടെന്ന് തീർന്നതിലുള്ള നാണക്കേട് വേറൊരു പുറത്ത്. ആകെ പ്രശ്നം തന്നെ. അങ്ങനെ അച്ഛൻ വില്ലൻ നേരിട്ടിറങ്ങും. കങ്കുവ കുറഞ്ഞ സമയം കൊണ്ട് തേളിനെ വിട്ടും പാമ്പിനെ എറിഞ്ഞും വില്ലന്റെ വലിയൊരു പടയങ്ങ് കൊന്നുകളയും. എന്നിട്ട് വില്ലനെയും. ഇവരുടെ തൊഴിൽ ശരിക്കും കൊല്ലലല്ല, ചാവലാണ് എന്ന് നമുക്ക് തോന്നും. വലിയ വായ്ത്താളം മാത്രമേ ഉള്ളൂ, വില്ലന്മാരൊന്നും അത്ര പോരാ. അതൊക്കെ പോട്ടെ, കഥയിലെ ഇമോഷണൽ എലമെന്റ് ഇതൊന്നുമല്ല. അത് കങ്കുവയും ഒരു ചെറിയ ചെക്കനും തമ്മിലുള്ള ആത്മബന്ധമാണ്. ആ പയ്യന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ അവനെ സംരക്ഷിക്കുന്ന കങ്കുവ അവസാനം അതിന് കഴിയാതെ വന്നപ്പോൾ പുനർജന്മം എടുത്ത് ആ ജന്മത്തിലും അതിന് ശ്രമിക്കുന്നു. ആഹാ, എന്ത് മനോഹരമായ സങ്കല്പമല്ലേ? പക്ഷെ അതിന്റെ ഇടയ്ക്ക് എന്തിനാണ് ഈ വില്ലന്മാരും പുനർജനിക്കുന്നത്? ഇവന്മാർക്കൊന്നും വേറെ പണിയില്ലേ? എന്താ ഇതിന്റെയൊക്കെ ഒരു ആവശ്യം? അവസാന സീനിൽ കാർത്തിയെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് തോന്നുക. സംഭവം ആ ഇമോഷണൽ എലമെന്റ് കേൾക്കുമ്പോൾ ഗംഭീരമാണ്, പക്ഷെ സിനിമയിൽ വരുമ്പോൾ കാണുന്നവരെ ഒട്ടും സ്പർശിക്കാതെയാണ് പോകുന്നത്. ചിലർക്കൊക്കെ ഇറിറ്റേഷനുമായി എന്ന് തോന്നുന്നു. ചില സീനുകൾ വല്ലാതെ വലിച്ചു നീട്ടുന്നതും ഓവറാക്കുന്നതും കൊണ്ടാണെന്ന് തോന്നുന്നു ആ ഇമോഷണൽ കണക്ഷൻ കിട്ടാതെ പോയത്. പക്ഷെ ഈ സിനിമയിൽ സൂര്യയുടെ അഭിനയവും അത്ര പോരാ എന്നാണ് തോന്നിയത്. കങ്കുവ എന്ന യുദ്ധവീരനായി വന്നപ്പോൾ അലർച്ച കൊണ്ട് മാത്രം ആ കാലഘട്ടത്തിൽ അലിഞ്ഞു ചേരാമെന്ന് കരുതിയ പോലെ ശരീരഭാഷയൊന്നും ആ കാലഘട്ടത്തിന് ചേരുന്നില്ല. ഇമോഷണൽ രംഗങ്ങളും ഒരു ഓളവും ഉണ്ടാക്കാതെ പോയി. ഡാൻസ് രംഗങ്ങളിലാണെങ്കിൽ പുരാതന കാലം കാണിക്കാൻ എന്തൊക്കെയോ ഗോഷ്ടി കാണിക്കുന്ന പോലെയാണ് തോന്നിയത്. സൂര്യയെ പോലൊരു നടനിൽ നിന്ന് പോലും അഭിനയത്തിന്റെ കാര്യത്തിൽ നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പോലും ശിവയ്ക്ക് കഴിഞ്ഞില്ല എന്നതാണ് സത്യം. സിനിമയ്ക്ക് കുറെ എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്നത് സത്യമാണ്. ചിലതെല്ലാം നന്നായി തന്നെ വന്നിട്ടുമുണ്ട്. എന്നാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ പലയിടങ്ങളിലും നന്നായി പാളിപ്പോയൊരു സിനിമയാണ് കങ്കുവ. അപ്പൊ എന്താണ് കങ്കുവ എന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.